എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരനാണ്. ആദ്യമായി തന്നെ എല്ലാവർക്കും നേരിട്ട് ഒരു ഹാപ്പി ഓണം പറയുകയാണ്. ഇന്നിപ്പോ ഞാൻ ഈ ഒരു വേഷത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ ഓണം സെലിബ്രേഷൻ ഒക്കെ ആയിരുന്നു ഷാർജയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോ ഇങ്ങനെ ഒരു ഓണം ഡ്രസ്സിലിരിക്കുന്നത്. ആക്ച്വലി ഞാനിപ്പോ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഡയറക്ട്ലി തന്നെ വിഷയത്തിലേക്ക് വരാം. സാധാരണ രീതിയിൽ ഇവിടെ നമ്മുടെ പേജിൽ ആരുടെയും വ്യക്തിപരമായ വീഡിയോസോ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളോ അവരുടെ കുടുംബകാര്യങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോകളോ ഒന്നും ചർച്ച ചെയ്യാറില്ല. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഞാൻ പോകുന്ന യാത്രകളെ പറ്റിയും അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയും അല്ലെങ്കിൽ സാമൂഹ്യ പ്രസക്തി ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങളെ പറ്റിയും ഒക്കെയാണ് നമ്മളിവിടെ ടോക്കുകളും ചർച്ചകളും ഒക്കെ ചെയ്യാറുള്ളത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കുറച്ചു പേരുടെ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ജീവിതത്തെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവരൊക്കെ സെലിബ്രിറ്റികളായതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പ്രിവസി എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. അവരുടെയൊക്കെ ജീവിതം കുറെയൊക്കെ നമ്മുടെ മുമ്പിൽ തുറന്നിട്ട പുസ്തകങ്ങളാണ്. അപ്പോ അമൃത സുരേഷ് എന്ന് പറയുന്ന ഗായികയെ പറ്റി അവര് ഐഡിയ സ്റ്റാർ സിംഗറിൽ പാടി തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ നമുക്കറിയാം. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ വിവാഹമോചനം, അതിനുശേഷം ഉണ്ടായ അവരുടെ ജീവിതത്തിലുണ്ടായ പല പല കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കും എനിക്കും ഒക്കെ സോഷ്യൽ മീഡിയ വഴി തന്നെ അറിയുന്ന കാര്യങ്ങളാണ്. അവരുടെ കുട്ടി, ഞാൻ ആക്ച്വലി അമൃതയുടെ മോളെ ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപ്പു എന്നാണ് അമൃതയുടെ മോളുടെയും വിളിപ്പേര്. നിങ്ങൾക്ക് അറിയുന്ന പോലെ എന്റെ പാപ്പു, അതായത് എന്റെ മോളുടെ പേരും സ്വാതികയുടെ പേരും വിളിപ്പേരും പാപ്പു എന്നാണ്. നിങ്ങൾ എല്ലാവരും അവളെ പാപ്പു എന്നാണ് വിളിക്കാറ്. അപ്പോൾ ആക്ച്വലി എന്റെ മോളുടെ അതേ വിളിപ്പേരുള്ള വേറൊരാളെ ഞാൻ കണ്ടത് അമൃത സുരേഷിന്റെ മോള് ആ കുട്ടിയാണ്. പാപ്പു എന്നാണ് അവളെയും വിളിക്കുന്നത്. അപ്പോ ആ കുട്ടി ഇട്ട ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അപ്പോ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് ഇപ്പോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പല പല കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് കൊണ്ട് തന്നെ ഞാനും കേൾക്കുകയും ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കും അറിയാം. പക്ഷെ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് വളരെയധികം വിഷമം തോന്നി. കാരണം ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കഷ്ടം തന്നെയാണ്. അത് ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ അമ്മ, ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ആ കുഞ്ഞിനോട് സാധാരണയിൽ കവിഞ്ഞ് മനസ്സുകൊണ്ടൊരു സ്നേഹം തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞല്ലോ, എന്റെ മോളുടെ അതേ പ്രായം, എന്റെ മോളുടെ അതേ വിളിപ്പേര്. അപ്പോ ആ കുഞ്ഞിന്റെ പല വീഡിയോസും ഞാൻ കാണാറുണ്ട്. അപ്പൊ എനിക്ക് ആ കുട്ടി ചെയ്ത ആ വീഡിയോ, അതിൽ ആ കുഞ്ഞ് പറഞ്ഞ കാര്യങ്ങള്, ആ കുഞ്ഞ് പറഞ്ഞ രീതിയൊക്കെ കണ്ടപ്പോ ഒരു അമ്മ എന്നുള്ള രീതിയിൽ, ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി എത്രത്തോളം സങ്കടത്തോടു കൂടി ആയിരിക്കണം ആ വീഡിയോ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പൊ എനിക്കത് ആലോചിച്ചപ്പോൾ വളരെയധികം വിഷമം തോന്നി. കാരണം കഷ്ടമാണല്ലോ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഒരു കുട്ടിക്ക് ഈ പ്രായത്തിൽ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് വലിയൊരു സങ്കടമുള്ള കാര്യമാണല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത് അതിന്റെ താഴെ ആളുകൾ ഇട്ടിരിക്കുന്ന കമന്റുകൾ വായിച്ചപ്പോ നമ്മുടെ മലയാളികൾ എത്രത്തോളം അധപ്പതിച്ചു എന്നുള്ളത്. ഒരു കുഞ്ഞിനെ പോലും, ഒരു കുഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയാണോ തെറ്റാണോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളൊന്നും നിങ്ങൾക്കും എനിക്കൊന്നും അറിയില്ല. അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഒരു കുട്ടി വന്ന്, ഒരു 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി വന്ന് ഒരു സോഷ്യൽ മീഡിയയില് അതിന്റെ മനസ്സ് തുറന്ന് അതിനറിയുന്ന കാര്യങ്ങൾ അതിന്റെ കുഞ്ഞു ഭാഷയിൽ നമ്മളോട് സംസാരിക്കുകയാണ്. പക്ഷേ ആ കുട്ടി അതിന്റെ പ്രായമോ അതിന്റെ പക്വതയോ അതിന്റെ ഒന്നും കണക്കിലെടുക്കാതെ, അതൊരു കുഞ്ഞാണ് എന്ന് പോലും ആലോചിക്കാതെ അതിന്റെ താഴെ വന്ന് ആളുകൾ ഇട്ട കമന്റ് വായിച്ചപ്പോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളോട്, അല്ലെങ്കിൽ ഞാനടക്കമുള്ള മലയാളികളോട്, നമ്മുടെ സമൂഹത്തോട് എനിക്ക് അത്രത്തോളം വെറുപ്പ് തോന്നിപ്പോയി. എന്തൊരു നല്ല അഭിനേത്രിയാണ് നീ, അമ്മയെ പോലെ തന്നെ നല്ല ആക്ടറാണ്, അമ്മ പറഞ്ഞു പഠിപ്പിച്ചത് അതുപോലെ വന്ന് പറഞ്ഞിരിക്കുന്നു, നല്ലതായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്, നന്നായി പഠിച്ചിട്ടുണ്ട്, അമ്മയെല്ലാം നന്നായി പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ അതുപോലെ തന്നെ വന്ന് മോള് മിടുക്കിയായി പറഞ്ഞു, അമ്മയെ പോലെ തന്നെ നല്ല ആക്ടിങ് സ്കിൽസ് ഉണ്ട്, കള്ളി, പിന്നെ കുറെ മോശം വാക്കുകൾ. ഒരു കുട്ടിയെയാണ് പറയുന്നതെന്ന് ആലോചിക്കണേ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇല്ലേ മക്കള്? നിങ്ങളുടെ പ്രായത്തില് നിങ്ങളുടെ വീട്ടിലെ ഒരു 12 വയസ്സുള്ള പെൺകുട്ടിയെ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് സംസാരിപ്പിക്കാൻ പറ്റുമോ? എന്റെ വീട്ടിൽ ഇതേ പ്രായത്തിൽ തന്നെ ഒരു പെൺകുട്ടിയുണ്ട്. എനിക്ക് അവളെ ഒന്നും പറഞ്ഞു പഠിപ്പിച്ച് ഇത്തരത്തിൽ കൊണ്ടുപോയിട്ട് സംസാരിപ്പിക്കാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം, അവൾ പറയില്ല. ഇനി അവൾ പറഞ്ഞാലും അത് എല്ലാവർക്കും മനസ്സിലാവും പറഞ്ഞു പഠിപ്പിച്ച് പറയാന്നുള്ളത്. ഒരു കുഞ്ഞ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അത് പറഞ്ഞു പഠിപ്പിച്ച് പറയുന്നതാണോ അത് അതിന്റെ മനസ്സിൽ നിന്ന് പറയുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ
ഒരു വീട്ടിൽ ഒരു കുട്ടിയുള്ള ഒരു അച്ഛനും അമ്മയ്ക്കും സാധിക്കും, അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് പിറന്ന ആർക്കും സാധിക്കും. എന്നിട്ടും പറയുകയാണ് ആ കുട്ടിയെ വായ തോന്നിയതൊക്കെ വിളിച്ചു പറയുക, ആ കുട്ടിയുടെ വീട്ടിലിരിക്കുന്ന അമ്മയെ മോശം ഭാഷയിൽ പറയുക, നീയും അമ്മയെ പോലെ തന്നെയാണ് എന്ന് പറയുക. എന്തൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കണേ. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇന്നാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ അച്ഛനിട്ട വീഡിയോ ഞാൻ കണ്ടു. ഇന്ന് അമൃത ആ കുഞ്ഞിന്റെ അമ്മ ഒരു 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കണ്ടു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ പറഞ്ഞതുകൊണ്ട് ഈ സമൂഹം നന്നാവുമെന്നോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നത് നിർത്തുമെന്നോ എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷെ എങ്കിൽ പോലും ഒരമ്മ എന്നുള്ള രീതിയിൽ ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. കാരണം നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനൊരു മലയാളിയാണെന്നോ ഞാനൊരു അമ്മയാണെന്നോ ഞാനൊരു സ്ത്രീയാണെന്നോ പറയുന്നതിൽ അർത്ഥമില്ല. ഒന്നാമത്തെ കാര്യം, ഞാനൊരു കുട്ടികളുടെ ഡോക്ടർ കൂടിയാണ്. ഒരു 12 വയസ്സുള്ള അതേ പ്രായമുള്ള വേറൊരു പാപ്പുവിന്റെ അമ്മ കൂടിയാണ്. ഒരു കുട്ടിയെ നമുക്ക് ഒരു തരത്തിലും പറഞ്ഞു പഠിപ്പിച്ച് ഇത്തരത്തിൽ ഒരു സോഷ്യൽ മീഡിയ മുമ്പ് കൊണ്ടുവന്ന് ഇത് പറഞ്ഞു പഠിപ്പിച്ച് പറയാൻ എലക്യൂഷൻ മത്സരമൊന്നുമല്ലല്ലോ, പ്രസംഗ മത്സരമൊന്നുമല്ലല്ലോ. വീട്ടിൽ പോയി പറഞ്ഞു പഠിപ്പിച്ച് കുട്ടിയെ കൊണ്ടുവന്നിട്ട് പ്രസന്റ് ചെയ്യിപ്പിക്കാൻ. ആ കുട്ടി പ്രസംഗ മത്സരത്തിനല്ല പങ്കെടുത്തത്. ആ കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങൾ ആ കുട്ടിയുടെ മനസ്സ് തുറന്ന് അത് കേൾക്കുന്ന ഏതൊരു മനുഷ്യത്വമുള്ള ആൾക്കും മനസ്സിലാവും ആ കുട്ടി വളരെ ട്രാൻസ്പെറന്റ് ആയി അതിന്റെ കുഞ്ഞു മനസ്സുള്ള കാര്യങ്ങൾ അതിനെ പറ്റുന്ന പോലെ അതിന്റെ കുഞ്ഞു ഭാഷയിൽ പറഞ്ഞതാണ് എന്നുള്ളത്. ഇനി അതൊക്കെ പോട്ടെ, നിങ്ങൾക്ക് ആ പറയുന്ന വിഷയത്തോട് നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് മിണ്ടാതിരിക്കാം. അതൊരു കുഞ്ഞു കുട്ടിയാണെന്നുള്ള പരിഗണനയെങ്കിലും കൊടുക്കാം. അതൊന്നുമില്ലാതെ താഴെ പോയി ഇത്തരത്തിലുള്ള കേട്ടാലും കണ്ടാലും അറയ്ക്കുന്ന കമന്റുകൾ ഇടുമ്പോൾ നിങ്ങളുടെ വീട്ടിലും കുട്ടികളില്ലേ, മക്കളില്ലേ ഒന്ന് ആലോചിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് അമൃതയെ പറ്റിയിട്ടാണ്. അമൃതയുടെ ഫാമിലി എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീയെയും പോലെ, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ഏതൊരു സ്ത്രീയെയും പോലെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ്. അവരുടെ വീട്ടിൽ ഇപ്പൊ നിങ്ങൾ ആലോചിക്കണം, അവരുടെ അച്ഛൻ പോലും ഇല്ല, അച്ഛൻ മരണപ്പെട്ടു. അമൃതയും അമൃതയുടെ അമ്മയും, ആ അമ്മയ്ക്ക് 10-60 വയസ്സായി അമൃത പറയുന്നുണ്ട്, അമൃതയുടെ അനിയത്തിയും ഈ ഒരു കുട്ടിയും 12 വയസ്സുള്ള കുട്ടിയും, 4 സ്ത്രീകൾ അടങ്ങുന്ന ഒരു കുടുംബമാണ്. നമ്മുടെ മലയാളികളുടെ ഒരു കപടത എന്താണെന്നറിയോ? നിങ്ങള് ഒരു മനുഷ്യൻ ജീവനോടെ ഇരിക്കുമ്പോൾ അവരെ പരമാവധി, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും. അവരൊന്ന് നല്ല രീതിയിൽ ഡ്രസ് ചെയ്താൽ, അവരൊന്ന് ബോൾഡായി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അവര് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ത്രീകളാവുമ്പോൾ അതിനെ കാണുന്ന അല്ലെങ്കിൽ അതിനെ ഒരു സഹിഷ്ണുതയോടുകൂടി കാണാൻ പറ്റുന്ന ആളുകൾ വളരെ കുറവാണ്. നമ്മൾ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഒരു വീഴ്ചയ്ക്കായി കാത്തിരിക്കും. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ അതിനെ ആഘോഷിക്കും, അവരെ അറ്റാക്ക് ചെയ്യും, അവരെ പരമാവധി കോർണർ ചെയ്യും. നമ്മളാൽ കഴിയുന്ന വിധത്തിൽ അവരെ മാനസികമായും ശാരീരികമായും ഒക്കെ നമ്മൾ സമ്മർദ്ദത്തിലാക്കും. എന്നിട്ട് ഇതേ ആള് തന്നെ ഇപ്പോ എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്യാന്ന് വെക്കുക, അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് ചെയ്തു എന്ന് വെക്കുക, ഇതൊക്കെ സഹിക്കാൻ വയ്യാതെ സൂയിസൈഡ് ചെയ്താൽ ഈ പറഞ്ഞ അതേ ആളുകൾ തന്നെ നിറം മാറ്റും. അപ്പൊ നമ്മൾക്ക് സോഷ്യൽ മീഡിയയില് നന്മമരങ്ങളുടെ മുഖച്ഛായയാണ്. അപ്പൊ നമ്മൾ ഏറ്റവും നന്മ നിറഞ്ഞ കേരളമായി മാറും. നമ്മൾ അവർക്ക് വേണ്ടി സ്തുതി പാടും, നമ്മൾ അവർക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കും. അങ്ങനെയുള്ള ഒരു കപട സമൂഹമായിട്ട് ഇന്ന് കേരളം അല്ലെങ്കിൽ മലയാളികൾ മാറിക്കഴിഞ്ഞു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം ഒരു സങ്കടമുണ്ട്. കാര്യം ഞാനും അതിലൊരാളാണ്. അപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ മാക്സിമം ഉപദ്രവിക്കുക, അവർക്ക് എന്തെങ്കിലും പറ്റുന്ന സമയത്ത്, അവർ മരണപ്പെടുന്ന സമയത്ത് വല്ലതും അവരോട് കണ്ണീർ പൊഴിക്കുക. എന്തിനാണ് ഇങ്ങനെ? എന്തിനാണ് ഈ 2 മുഖങ്ങൾ? ഒരാൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെ ഉപദ്രവിക്കാതെ നമുക്ക് ജീവിക്കാൻ ശ്രമിച്ചുകൂടെ? അറ്റ്ലീസ്റ്റ് ഇപ്പോ അമൃതയെ എല്ലാവരും കുറ്റം പറയുന്നത്, അമൃതയുടെ വിവാഹം കഴിഞ്ഞത് 18 വയസ്സിലാണ്. 18 വയസ്സിൽ വളരെ പെട്ടെന്ന് അമൃത ആ വീഡിയോയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, 18 വയസ്സിലൊരു ഒരു കുട്ടിയുടെ ആ ഒരു മെച്ചൂരിറ്റി ഇല്ലായ്മയിൽ നിന്ന് വന്നൊരു ഡിസിഷൻ ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അത് അവരുടെ ജീവിതമാണ്. അവർ കല്യാണം കഴിച്ചു, കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ തന്നെ അതിൽ നിന്ന് ഇറങ്ങി വന്നു, ഡിവോഴ്സ് ഫയൽ ചെയ്തു, ഡിവോഴ്സ്ഡായി. അത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു ആണിന്റെയും പെണ്ണിന്റെയും അവകാശമാണ്. അവർ ഡിവോഴ്സ്ഡായി. അമൃത മാന്യമായി, അമൃതയ്ക്ക് അറിയുന്ന കല അത് സംഗീതമാണ്, സംഗീതം ഉപയോഗിച്ച് അവരിന്ന് മാന്യമായിട്ട് ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, സ്വന്തം കുട്ടിയെ പഠിപ്പിക്കുന്നു, ആ കുട്ടിയെ സന്തോഷമായിട്ട് കൂടെ താമസിപ്പിക്കുന്നു. ആ കുട്ടിയുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ആ കുട്ടി എത്ര സന്തോഷത്തിലാണ് അവരുടെ കൂടെ ജീവിക്കുന്നത് എന്നുള്ളത്. ഇതിന്റെ ഇടയിൽ അവർക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി, അവർക്ക് വേറൊരാളുമായിട്ട് അവർ സ്നേഹത്തിലായി. അത് അവർ മറച്ചു വെക്കുകയൊന്നും ചെയ്തില്ല, അവൾ വളരെ ഓപ്പൺ ആയിട്ട് നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കത് വർക്കൗട്ട് ആവുന്നില്ല എന്ന് തോന്നി, അവരത് ബ്രേക്കപ്പ് ആയി. ഇതിലൊക്കെ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? നിങ്ങളുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? അവർ ഡിവോഴ്സ്ഡ് ആയപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും വന്നത് അവർ ചോദിച്ചോ?
അല്ലെങ്കിൽ അവരുടെ കുടുംബം പുലർത്താൻ നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടിയോ? ഇല്ലല്ലോ. അവർ മാന്യമായിട്ട് ജീവിച്ചില്ലേ? അത് കഴിഞ്ഞ് ഡിവോഴ്സ്ഡ് ആയ സ്ത്രീക്ക് രണ്ടാമത് വേറൊരു ജീവിതം പാടില്ല എന്നുള്ള നിയമം വല്ലതും ഉണ്ടോ? അവരുടെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഹസ്ബൻഡ് വേറെ കല്യാണം കഴിച്ചല്ലോ. അന്ന് ആർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ലല്ലോ. അന്ന് ഇന്ന് അമൃതയെ അവരുടെ റിലേഷൻഷിപ്പിന്റെ പേരിൽ അടച്ചാക്ഷേപിക്കുന്ന ആരും അവരുടെ ഭർത്താവ് കല്യാണം കഴിച്ചപ്പോ അല്ലെങ്കിൽ അതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ അവിടെ പോയി ഒന്നും പറയുന്നത് കണ്ടില്ലല്ലോ. ഇത്തരത്തിൽ തെറിയഭിഷേകം ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. അപ്പൊ ഒരു സ്ത്രീക്ക് മാത്രം ഒരു ഡിവോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ജീവിതം പാടില്ല എന്നും അവർക്ക് വേറൊരു പ്രണയബന്ധം ഉണ്ടാവാൻ പാടില്ല എന്നും, അല്ലെങ്കിൽ ആ പ്രണയബന്ധം ഇനി ഉണ്ടായി തന്നെ വെക്കുക, അതിൽ നിന്ന് അവർക്ക് പിന്മാറാനുള്ള അവകാശം ഇല്ല എന്നൊക്കെ പറയാൻ നമ്മൾ ആരാണ് അങ്ങനെ ആളുകളുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ? ഇതൊക്കെ അവരുടെ ജീവിതമല്ലേ? അവരത് തീരുമാനമെടുത്ത് അവർ മുന്നോട്ട് പോയിക്കോട്ടെ. അവർ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ടോ? അവരുണ്ടെങ്കിൽ തന്നെ അവരുടെ സംഗീതം കൊണ്ട് നമുക്കൊക്കെ സന്തോഷം തരുന്നതേ ഉള്ളൂ. എനിക്ക് അവരുടെ പാട്ട് വളരെ ഇഷ്ടമാണ് കേൾക്കാൻ. അവരുടെ സംഗീതം കൊണ്ട് നമ്മളെയൊക്കെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നേ ചെയ്യുന്നുള്ളൂ. അവർ ഒരു തരത്തിലും നമ്മളെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. എന്നിട്ടും അവരുടെ ഏതൊരു വീഡിയോയുടെ താഴെ പോയിട്ടും വളരെ അശ്ലീല കമന്റുകൾ, വളരെ മോശമായിട്ടുള്ള നമ്മുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരു ഉപാധിയായി അവരെയും അവരുടെ കുടുംബത്തെയും കാണുന്നത് എന്ത് മാനസികാവസ്ഥയാണ്? എന്ത് മനുഷ്യരാണ് നമ്മളൊക്കെ? ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ കുടുംബം, ആ ഒരു കുടുംബം, അല്ലെങ്കിൽ അമൃത, അവരുടെ പെങ്ങൾ, അമ്മ, ആ കുട്ടി എന്ത് തെറ്റാണ് നമ്മളോടൊക്കെ ചെയ്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ എന്തിനാണ് അവരെ ഇങ്ങനെ താറടിച്ച് കാണിക്കുന്നത്? അവരെ ഇങ്ങനെ സോഷ്യൽ ബുള്ളിങ്ങിന്. ഇന്ന് പുലർച്ചെ ആ ഒരു അമൃതയ്ക്ക് ഇത്തരത്തിൽ കരഞ്ഞ് നമ്മുടെ മുമ്പിൽ വന്ന് ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം തന്നെയാണ്. എന്നിട്ട് പലരും അതിൽ പറഞ്ഞിട്ടു, ഇതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യങ്ങളല്ലേ, ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ വിളമ്പുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പ് ചെയ്താൽ പോരെ? അവരുടെ കുടുംബകാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ടില്ലേ? അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള, അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ അനാവശ്യമായി കയറി ഒന്നും തോന്നിയില്ലേ? ഇതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ, ഞാൻ എന്തിനാ അതിൽ ഇടപെടുന്നതെന്ന്? ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കുറച്ച് റെലവെന്റ് ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ സോഷ്യലി കുറച്ച് വിസിബിൾ ആയി നിൽക്കുന്ന ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും, മലയാളികളുടെ ഓരോരുത്തരുടെയും സ്വഭാവമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ നിർബന്ധിതരാവുകയാണ്. അതായത് നമ്മളോട് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്താൻ. അതൊക്കെ അവരത്ര സന്തോഷത്തോടുകൂടി ചെയ്യുന്നൊന്നും ആവില്ലല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ പോയി സോഷ്യൽ മീഡിയയിൽ കരഞ്ഞു പറയാൻ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? അപ്പൊ അങ്ങനെ അവർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഗതികേടാണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങളുടെ ആരുടെയും സഹതാപം പിടിച്ചുപെട്ടാനല്ല അവരിതൊന്നും ചെയ്യുന്നത്. സോ അതിൽ പറയുന്നുണ്ട് ഗോപി സുന്ദർ ആയതുകൊണ്ടാണ് കൂടുതൽ. അത് ആരും ആയിക്കോട്ടേന്നേ, അത് അമൃതയുടെ, അതായത് ഒരു പെൺകുട്ടിയുടെ ഇഷ്ടമല്ലേ? അവർക്ക് ഒരു ആണിനെ ഇഷ്ടപ്പെട്ടു, കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ തന്നെ മനസ്സിലാക്കി അയാളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അവൻ അതിൽ നിന്ന് പിന്മാറി. ഇതിൽ നമുക്ക് എന്താണ്? നിങ്ങൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നാട്ടുകാരുടെ മുഴുവൻ തീരുമാനം നോക്കിയിട്ടാണോ, അതോ നിങ്ങളുടെ ഇഷ്ടം നോക്കിയിട്ടാണോ? അതേ സ്വാതന്ത്ര്യം തന്നെ ഈ പറയുന്ന സെലിബ്രിറ്റികൾക്കും ഇല്ലേ? അപ്പൊ അതിലൊക്കെ പോയിട്ട് ഇങ്ങനെ മോശമായ രീതിയിൽ എന്ത് സുഖമാണ് നിങ്ങൾക്ക് അതൊന്ന് കിട്ടുന്നത്? അവരൊരു വീഡിയോ, മ്യൂസിക് ആൽബം ഇടുമ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാതെ അവിടെ പോയിട്ട് അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും അവർ ബ്രേക്കപ്പ് ആയതിനെ പറ്റിയിട്ടും ഒക്കെ കമന്റ് ഇടുമ്പോൾ എന്ത് മാനസിക സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അത് വെറും ഒരു തരം സാഡിസം അല്ലേ? അതായത് വേറൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സന്തോഷം, അതിനെയാണ് സാഡിസം എന്ന് പറയുന്നത്. അത് മാത്രമല്ലേ അത്? എത്രത്തോളം മോശമായിട്ടൊരു മാനസികാവസ്ഥയാണ്, കഷ്ടമാണ്. നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങളുടെ കുഞ്ഞിനെ ആ പാപ്പുവിന്റെ സ്ഥാനത്തും, നിങ്ങളെ അമൃതയുടെ സ്ഥാനത്തും, നിങ്ങളുടെ അമ്മയെ അമൃതയുടെ അമ്മയുടെ സ്ഥാനത്തും, നിങ്ങളുടെ പെങ്ങളെ അഭിരാമിയുടെ സ്ഥാനത്തൊക്കെ ഒന്ന് സങ്കല്പിച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവരുടെ അവസ്ഥ എന്താണ്? നമ്മൾ ഈ ചെയ്യുന്ന ഓരോ സൈബർ ബുള്ളിയിങ്ങും അവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മളൊന്ന് എങ്ങനെ നേരിടുമെന്നൊന്ന് ആലോചിക്കുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവരൊക്കെ ഓരോ ദിവസവും കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്നുള്ളതും അവരെങ്ങനെയാണ് ഇതിനെയൊക്കെ നേരിടുന്നത് എന്നുള്ളതും എത്രത്തോളം സ്ട്രഗിളാണ് അവരെ സംബന്ധിച്ചിട്ട് ഓരോ ദിവസം എന്നുള്ളത്. എനിക്ക് ആ കുഞ്ഞിനോട് എനിക്ക് സങ്കടം തോന്നി. എനിക്ക് പലപ്പോഴും തോന്നി ആ കുട്ടി ഒന്ന് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണണം എന്നുള്ളത്. കാരണം ഇത്തരത്തിൽ ഒരു സൈബർ ബുള്ളിങ് ഇന്ന് അമൃത പറയായിരുന്നു, പോകുന്ന സ്ഥലങ്ങളിലൊക്കെ, സ്കൂളാണെങ്കിലും ശരി, കോളേജ് ആണെങ്കിലും ശരി, ഫംഗ്ഷൻസ് ആണെങ്കിലും ശരി, എവിടെ പോയാലും ആളുകൾക്ക് ചോദിക്കാനുള്ളത് ഇത് മാത്രമാണ്. അതായത് ഈ എന്താ പറയാ, നിങ്ങളുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം എന്താ, അച്ഛന്റെ കൂടെ പൊക്കൂടെ, അമ്മയുടെ കൂടെ പൊക്കൂടെ, അങ്ങനെയാണോ, ഇതിൽ സത്യമുണ്ടോ, അത് ശരിയാണോ, ഇത് ശരിയാണോ? ഒരു 12 വയസ്സുള്ള കുട്ടി എന്തൊക്കെ കേൾക്കണം?
എന്തൊക്കെ മാനസിക പിരിമുറുക്കത്തിലൂടെ ആ കുട്ടി പോയിട്ടുണ്ടാവും. അതിന്റെ ഒരു ഫലം എന്നുള്ള രീതിയിലല്ലേ ആ പാവം അതിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു വീഡിയോ ഇട്ടത്. അത് ഇത്ര വലിയൊരു മഹാപാതകമാണോ? അതിനെ ഇത്ര രീതിയിൽ അപമാനിക്കാനും അധിക്ഷേപിക്കാനും ഒക്കെ അതിനൊക്കെ ഉള്ള റീസൺ ആണോ ആ കുഞ്ഞ് ചെയ്ത ആ കുഞ്ഞ് വീഡിയോ? നിങ്ങൾക്കത് കേൾക്കണ്ടെന്ന് നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ചു പോവാലോ, നിങ്ങളോട് അത് ആരും കേൾക്കാൻ നിർബന്ധിച്ചില്ലല്ലോ. പക്ഷെ ഇത്തരത്തിൽ ആ കുഞ്ഞിനെ അധിക്ഷേപിക്കാൻ അത് വളരെയധികം മോശമായി പോയി. എന്താ പറയാ, അത് ഇപ്പൊ നമ്മുടെ സമൂഹമാകുമ്പോൾ നമ്മളൊക്കെ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം അല്ലെ? ശരിക്കും മലയാളി സമൂഹം തല കുനിച്ച് നിൽക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. അത് മാത്രമല്ല, ഇതെടുത്ത് ആഘോഷിക്കാൻ കുറെ ഓൺലൈൻ മീഡിയകളും അതുപോലെ തന്നെ നമ്മുടെ കുറെ ചാനലുകളും. എനിക്ക് അവരോടാണ് പറയാനുള്ളത്, ആ കുഞ്ഞിന്റെ വീഡിയോ കൂടി എടുത്തിട്ട് മോണിറ്റൈസ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ അത്രത്തോളം താഴരുത് നമ്മുടെ മാധ്യമങ്ങൾ. ഇന്ന് അമൃത ഇട്ട വീഡിയോയിലെ കണ്ടന്റ് എടുത്തിട്ട് പോലും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ വലിയ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് വാർത്ത കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വെറും ഒരു വാർത്തയായിരിക്കും, പക്ഷെ പലർക്കും അത് ജീവിതമാണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുമ്പോഴേ നിങ്ങളൊക്കെ ഓരോരുത്തരും, നിങ്ങൾ ഞാൻ പറയുന്നില്ല, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും. മലയാളികളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നതിനോട് കമന്റ് ഇടാതിരിക്കണമെന്ന് അല്ല, കമന്റ് ഇടാം. പിന്നെ എന്താ പറയാ, മലയാളികളെ ഒന്നടങ്കം ആക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ, ഞാൻ എന്നെ അടക്കമാണ് പറയുന്നത്. ഞാൻ അടങ്ങുന്ന ഈ സമൂഹത്തിനെ പിന്നെ എങ്ങനെയാണ് പറയേണ്ടത്? അതിന്റെ താഴെയുള്ള കമന്റുകൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. അപ്പോൾ സമൂഹത്തിനെ സമൂഹം എന്ന് പറയാനല്ലേ പറ്റൂ. ഇപ്പൊ ഇങ്ങനെ ഇടുന്ന ആളുകളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ 100% ആളുകളല്ലാന്ന് എനിക്കും അറിയാം. പക്ഷെ വല്ലാതെ വിഷമം തോന്നി. കാരണം എനിക്കും അതേ പ്രായത്തിൽ എന്റെ കുഞ്ഞെന്റെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ പാപ്പുവിന്റെ സ്ഥാനത്ത് എന്റെ പാപ്പുവിനെ ഞാനൊന്ന് സങ്കല്പിച്ചു നോക്കിപ്പോയി. അപ്പോഴാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കേട്ടോ. അപ്പൊ ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി. അപ്പോ ദയവ് ചെയ്തിട്ട് അവനവന്റെ കാര്യം നോക്കി വീട്ടിലിരിക്കും. നാട്ടുകാരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെട്ട് അവരുടെ വ്യക്തി ജീവിതത്തിനെ ഇങ്ങനെ അവഹേളിച്ച്, അവരെ വ്യക്തിപരമായി അവഹേളിച്ച്, അവരെ ഇത്തരത്തിൽ മാനസികമായി അതായത് ആത്മഹത്യയിലേക്കൊന്നും തള്ളിവിടുന്ന ഒരു അവസ്ഥ ദയവ് ചെയ്ത് ഉണ്ടാക്കരുത്. ഓക്കെ, അതൊരിക്കലും മാപ്പർഹിക്കാത്ത ഒരു കുറ്റമാണ്. നിങ്ങൾ ഈ ഇടുന്ന ഓരോ മെസ്സേജുകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ പലരുടെയും ജീവിതം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി റെസ്പോൺസിബിളി മെസ്സേജുകളും കമന്റുകളും ഇടുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് അത്രയെങ്കിലും പറയണമെന്ന് തോന്നി. താങ്ക് യു.